ആറ്റത്തെ കിളിക്കൊള്ളി ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ഹരീഷിൻ്റെ സംസാരമൊക്കെ കേട്ടിട്ടാണെങ്കിൽ നമ്മളെ ഭാസ്കരന് ദേഷ്യം വന്നിട്ട് നമ്മളെ ഭാസ്കരനാണെങ്കിൽ രാത്രി ഫുഡൊക്കെ കഴിക്കാതെ അവിടെ വെച്ചിട്ടൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഹരീഷിൻ്റെ അടുത്താണെങ്കിൽ പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ കാശുണ്ടടാ, എൻ്റെ കയ്യിൽ കാശില്ലെങ്കിൽ ഞാൻ 2 ദിവസം ടിപ്പർ ഓടിക്കാൻ പോകും, അതാകുമ്പോൾ എനിക്ക് കഴിക്കാനുള്ളതും എനിക്ക് കള്ളു കുടിക്കാനുള്ളതൊക്കെ കാശ് എനിക്ക് കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്കൊക്കെ ഇവിടെ ജീവിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങളൊക്കെ ഇറങ്ങി നിങ്ങളെ കാര്യം നോക്കി പൊയ്ക്കോ, ഭാസ്കരന് ഇവിടുന്ന് ഇറങ്ങി പോകേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ ഭാസ്കരൻ അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ സുഭാഷ് പറയുന്നുണ്ട്, എന്താണ് ഫുഡ് കഴിക്കാൻ വരുന്ന സമയത്താണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഹരീഷ് പറയുന്നുണ്ട്, അയാൾ ഇവിടുന്ന് പോയാൽ ഈ വീട്ടിൽ സ്വസ്ഥതയും സമാധാനമൊക്കെ കിട്ടത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. നികേഷ് ആണെങ്കിലും ഫുഡ് കഴിക്കാതെയൊക്കെ എണീക്കുന്നുണ്ട് കേട്ടോ. എണീറ്റിട്ടാണെങ്കിൽ നമ്മൾ സുഭാഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഈ വീട്ടിലെ സമാധാനവും കാര്യങ്ങളൊക്കെ പോയി ഏട്ടാ, ഇനി ഇതിപ്പോൾ പഴയ കണക്കായി എന്ന് പറയുന്നുണ്ട് ഈ വീടൊക്കെ. അപ്പം ഇനി നാട്ടുകാരൊക്കെ നമ്മളെ ഈ വീട്ടിലെ ഓരോ കാര്യങ്ങൾ കണ്ടിട്ട് അവർ ചിരിക്കാനൊക്കെ തുടങ്ങുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നികേഷ് അങ്ങ് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ നിധിയാണെങ്കിൽ റൂമിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ നിധിയുടെ കൂടെ ജോലി ചെയ്യുന്ന ആ ഒരു അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നിധി അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ ഫുഡ് കഴിക്കാൻ വരാഞ്ഞെന്നൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താ ഡയറ്റിങ് വല്ലതൊക്കെ ആണോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നിധി അറിയാം അങ്ങനെയൊന്നുമില്ല, അപ്പം ഫുഡ് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം എനിക്കും ആദ്യമൊക്കെ അതിനൊക്കെയുള്ള ബുദ്ധിമുട്ടായിരുന്നു, പിന്നെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ശീലമായെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ നിധിയുടെ കൂട്ടുകാരി ചോദിക്കുന്നുണ്ട്, റൂംമേറ്റ് വന്നില്ലേന്ന് ചോദിക്കുമ്പോഴത്തേക്കും നിധി പറയുന്നുണ്ട്, രാവിലെ കണ്ടായിരുന്നു, പിന്നെ രാത്രി കണ്ടില്ലെന്ന് പറയുന്ന സമയത്താണെങ്കിൽ നിധിയുടെ കൂട്ടുകാരി പറയുന്നുണ്ട്, ചിലപ്പം അവർക്ക് നൈറ്റ് ഷിഫ്റ്റ് ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെ കൂട്ടുകാർ പറയുന്നുണ്ട്, നോക്കട്ടെ ഞാനാണെങ്കിൽ പറ്റുമെങ്കിൽ ഇങ്ങോട്ട് റൂം ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ നിധിയുടെ കൂട്ടുകാർ പറയുന്നുണ്ട്, എൻ്റെ റൂമിലാണെങ്കിൽ ഒരു ഹിന്ദിക്കാരി, അവിടുത്തെ ഞാൻ എന്ത് സംസാരിക്കാൻ ഇങ്ങോട്ട്, അപ്പോൾ നമുക്ക് സംസാരിച്ചൊക്കെ ഇരിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ജനലിൻ്റെ ആ സൈഡിലോട്ട് ഇങ്ങനെ നമ്മൾ നിധിയുടെ കൂട്ടുകാരി നോക്കുമ്പം ഐ ആം സോറി എന്നും പറഞ്ഞ് എഴുതിയൊരു ബലൂണൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടിങ്ങനെ ഷോക്കായിട്ടിരിക്കുന്ന നിധിയുടെ കൂട്ടുകാരിയെ കാണുമ്പോൾ നിധിയാണെങ്കിൽ എഴുന്നേറ്റ് പോയി അങ്ങോട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അവിടെ ഇങ്ങനെ ഒരു ബലൂണും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് നമ്മൾ സുധീഷിനെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് നമ്മൾ നിധിക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. ദേഷ്യം വന്നിട്ട് നിധി നേരെ ഇറങ്ങി നമ്മൾ സുധിയുടെ അടുത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ സുധിയുടെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേറെ ജോലിയൊന്നും ഇല്ല, ഓരോ തമിഴ് സിനിമയും കണ്ടിട്ട് ആ ഒരു ഇതുമായിട്ട് എൻ്റെ അടുത്തോട്ടൊന്നും വരണ്ട എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ സുധി പറയുന്നുണ്ട്, എൻ്റെ അടുത്ത് ക്ഷമിച്ചെന്ന് പറ അങ്കിൾ, ഞാൻ പിന്നെ പൊയ്ക്കോളാം, ക്ഷമിച്ചില്ലെങ്കിൽ ഞാൻ വീണ്ടും ഞാനിങ്ങനെ വരുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മൾ നിധിക്ക് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ നിധി പറയുന്നുണ്ട്, ഇവിടെ നിന്ന് ഈ ബലൂണും പിടിച്ചോണ്ടൊന്ന് പോകുന്നതൊന്ന് നിർത്തുമോ, അല്ലെങ്കിൽ ഇങ്ങോട്ടൊന്ന് വരാതിരിക്കാവോ, അപ്പോൾ പിന്നെ ആലോചിക്കാം മാപ്പ് തരണോ വേണ്ടതൊക്കെ എന്ന് നമ്മൾ നിധി പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ പിന്നെ നമ്മൾ സുധീഷാണെങ്കിൽ അങ്ങ് പോകുമ്പം നമ്മൾ നിധി കയറി പോകുന്നുണ്ട്. പോകുന്ന സമയത്ത് നിധി പോയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ നിധിയുടെ കൂട്ടുകാരിയുടെ അടുത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ സുധീഷ് വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളൊക്കെ നിധിയുടെ കൂട്ടുകാരിയാണോ, എൻ്റെ അടുത്തൊന്ന് ക്ഷമിക്കാൻ പറയുമോ നിധിയുടെ അടുത്തൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ നിധിയാണെങ്കിൽ അങ്ങ് റൂമിൽ പോകുന്നുണ്ട്. റൂമിൽ പോകുന്ന സമയത്ത് കൂട്ടുകാരികളെല്ലാം നിധിയുടെ റൂമിൽ വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് തമിഴ് സിനിമയിലൊക്കെ ഇങ്ങനെയുള്ള രംഗങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ അതിങ്ങനെ കാമുകൻ്റെ അടുത്താണ് ഇങ്ങനെ കാമുകനെ ഇങ്ങനെ വന്നിങ്ങനെ പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതങ്ങനെ അല്ലല്ലോ, ഇത് ആരാ ബോയ് ഫ്രണ്ട് ആണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ നിധി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം കൂടുതലുള്ള കൂട്ടുകാരി പറയുന്നുണ്ട്, അവളിപ്പോൾ വന്നേയല്ലേ ഉള്ളൂ, നിങ്ങളിങ്ങനെ റാഗിങ് കാര്യങ്ങളൊന്നും ചെയ്യാതെന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറഞ്ഞൊക്കെ വിടുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നിധിയെടുത്താണെങ്കിൽ കൂട്ടുകാരി ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അവന്മാർ പറഞ്ഞിട്ട് ബോയ് ഫ്രണ്ട് ആരെങ്കിലും ആണെന്നൊക്കെ ചോദിക്കുമ്പോൾ നിധി പറയുക അല്ല എന്നൊക്കെ പറയും. അപ്പം നിധി പറയും, എനിക്ക് ആ കാര്യങ്ങൾ സംസാരിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കാൻ നമ്മൾ ഗംഗാധരനെയും ഭാസ്കരനെയൊക്കെ, നമ്മൾ ഭാസ്കരനാണെങ്കിൽ ചായക്കടയിൽ പോയിട്ട് ചായ വയ്ക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഗംഗാധരൻ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു ചായ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഭാസ്കരൻ പറയുന്നുണ്ട്, ആദ്യം ചായ പറഞ്ഞത് ഞാനാണ്, അപ്പോൾ എനിക്ക് വേണം ആദ്യം ചായ തരാനെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. കടക്കാരൻ പറയുന്നുണ്ട്, ഞാൻ തരാമെന്നും പറഞ്ഞിട്ട് 2 ഗ്ലാസ് ചായയൊക്കെ കൊണ്ട് അവർക്ക് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ സുഭാഷാണെങ്കിൽ അങ്ങോട്ട് ബിസ്ക്കറ്റ് കുടിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ചായക്കടക്കാരൻ ചോദിക്കുന്നുണ്ട്, അവിടെ വന്ന പെൺകുട്ടി അങ്ങ് പോയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. വീട് വിട്ട് പോയെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സുഭാഷ് പറയുന്നുണ്ട്, വീട് വിട്ടൊന്നും പോയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് വേറൊരാൾ പറയുന്നുണ്ട്, അല്ല അവിടെ വീട് വിട്ട് പോയെന്നാണല്ലോ കേൾക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ സുഭാഷാണെങ്കിൽ ഒന്നും മിണ്ടാതെയൊക്കെ നിൽപ്പുണ്ട്. കടക്കാരൻ പറയുന്നുണ്ട്, എന്തായാലും ഇത്രയും നാൾ തന്നെ അവിടെ നിന്നത് തന്നെ വലിയ കാര്യം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇനി ഇങ്ങോട്ട് വരത്തില്ലേ എന്നൊക്കെ സുഭാഷിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ സുഭാഷാണെങ്കിൽ ഒന്നും മിണ്ടാതെ സാധനം വാങ്ങിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ ഗംഗാധരനെ അവിടെ നിന്ന് ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, ഇതിൻ്റെ മറുപടി ഞാൻ പറഞ്ഞാൽ മതി എന്നും പറഞ്ഞിട്ട് നമ്മൾ ഗംഗാധരനെ വിളിച്ച് മാറിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നിൻ്റെ മരുമോൾ അവിടെ എൻ്റെ വീട്ടിൽ വരാൻ തുടങ്ങി ആ സമയം തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറയട്ടെ എന്ന് ചോദിച്ചു, കല്യാണത്തിൻ്റെ അന്ന് എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ മോനെ കല്യാണം കഴിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാനിവിടെ നിന്ന് പറയട്ടെ, അപ്പോൾ എല്ലാവർക്കും കേൾക്കാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കേട്ട് ചിരിക്കുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും വിളിച്ച് പറയില്ലെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ ഭാസ്കരൻ പറയുന്നുണ്ടല്ല, ഇവിടെയുള്ളവർക്ക് അതൊക്കെ ഒന്ന് കേൾക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ ചായക്കട ഇരിക്കുന്നവർ ചോദിക്കുന്നുണ്ട്, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, നിങ്ങളെ പണി നോക്ക്, ഇവന് ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയാമെന്നൊക്കെ പറയുന്നുണ്ട്. ഭാസ്കരൻ പറയുന്നുണ്ട്, എന്തായാലും നിനക്ക് ഇതൊരു പേടിയായിട്ടിരിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിൽ നമ്മൾ സുഭാഷാണെങ്കിൽ നമ്മളെ വീട്ടിൽ വന്നിട്ടാണ് നോക്കുമ്പോഴത്തേക്കും നമ്മൾ നികേഷ് എണീറ്റിട്ടില്ല. അങ്ങനെ നികേഷ് നോക്കുമ്പോൾ നികേഷ് നല്ല പനിയുണ്ട്. ആ സമയത്ത് നമ്മൾ ഹരീഷ് പറയുന്നുണ്ട്, ഒന്ന് റെസ്റ്റ് എടുത്താൽ മതി, അപ്പോൾ പനി മാറുമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഹരീഷാണെങ്കിൽ അങ്ങ് ജോലി
ജോലിക്ക് പോകുന്നുണ്ട്. അപ്പം നമ്മൾ സുഭാഷ് പറയുന്നുണ്ട്, എന്നാൽ ശരി ഞാനെന്നാൽ ഇന്ന് ലീവ് എടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നികേഷ് പറയും അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഏട്ടാ എന്ന് പറയുന്നു. സുധീഷ് പറയുന്നുണ്ട് അതിൻ്റെ ആവശ്യമില്ല, ഞാനാണെങ്കിൽ ഇവിടെ ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ സുഭാഷാണെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സുധീഷ് പറയുന്നുണ്ട് അത് കുഴപ്പമില്ല, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ സുഭാഷിൻ്റെ അടുത്താണെങ്കിൽ സുധി ചോദിക്കുന്നുണ്ട് നിധി വിളിച്ചോന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ സുഭാഷ് പറയും ഇല്ല എന്നെ വിളിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്കും നികേഷിൻ്റെ അടുത്തും ചോദിക്കുന്നുണ്ട്. അപ്പം നികേഷ് പറയുന്നുണ്ട് എന്നെ ഒന്നും വിളിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സുധീഷ് പറയുന്നുണ്ട് നീ ആണെങ്കിൽ വിളിക്കും നിധി എടുത്ത് വിളിച്ചിട്ട് നിനക്ക് പനിയാന്ന് പറ, അപ്പോൾ അവൾ ഇങ്ങോട്ട് ഓടി എത്തുമെന്നൊക്കെ പറയുന്നുണ്ട്. നികേഷ് പറയുന്നുണ്ട് എനിക്കൊന്നും വയ്യ ഇങ്ങനെ നാടകം കളിക്കാൻ, സുധീഷ് ചേട്ടൻ വേണമെങ്കിൽ സുധീഷ് ചേട്ടൻ വിളിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ സുധി പറയുന്നുണ്ട് പിന്നെ നീ ആണെങ്കിൽ ഉള്ള കുട്ടിയല്ലേ എന്തെങ്കിലും സംഭവിക്കുന്ന ഉടനെ പെട്ടെന്ന് നിനക്ക് പനിക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സുധീഷാണെങ്കിൽ പോയി അവിടെ സോഫയിലൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ നിധിയാണെങ്കിൽ ഓഫീസിൽ ചെന്നിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ സുഭാഷ് ചേട്ടൻ വിളിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നിധി അങ്ങനെ നിധിയെ എടുത്തിട്ട് ഫോണൊക്കെ എടുത്ത് വിശേഷങ്ങളൊക്കെ നമ്മൾ ചോദിക്കുന്ന സമയത്ത് നമ്മൾ സുഭാഷ് ചേട്ടൻ പറയുന്നുണ്ട് മോൾക്ക് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് വരാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതവിടെ നിൽക്കാൻ വേണ്ടി ഏട്ടൻ നിർബന്ധിക്കുമല്ല, എപ്പോൾ വേണമെങ്കിലും മോൾക്ക് വന്ന് പോകാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ സുഭാഷ് പ്രശ്നം വന്നാലും മോൾക്ക് ഒരു വശത്ത് സുഭാഷ് ചേട്ടൻ ഉണ്ടെന്നുള്ള കാര്യം മോൾ മറക്കരുതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മൾ നിധിക്കാണെങ്കിൽ നല്ല സന്തോഷവും ഒരു സമാധാനമൊക്കെ ആവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.